അനുഭവിക്കും, പാഠം പഠിക്കും, അപ്പോൾ മനസ്സിലാകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള വാക്കുകൾ കേൾക്കാത്തവർ വിരളമായിരിക്കുമല്ലേ? ശരിക്കും ഇതൊരു ശാപവാക്കാണോ? ഒരിക്കലുമല്ല. ഇതിന്റെ അകക്കാമ്പിലേക്ക് നോക്കിയാൽ ഇത് ലൈഫ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ മാത്രമാണ്. നല്ല പാഠങ്ങൾ, നല്ല അനുഭവങ്ങൾ, നല്ല മനസ്സിലാക്കലുകൾ എന്നുള്ളത്. ശരിക്കും നല്ല പാഠങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, നല്ല അനുഭവങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, അനുഭവിക്കും, പാഠം പഠിക്കും. പാഠങ്ങൾ പഠിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്കിൽ സെറ്റ്സ് ഷാർപ്പൻ ചെയ്യാൻ പാഠങ്ങൾ അത്യാവശ്യമാണ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ എന്ന് പറയില്ലേ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജന്റെ അടുത്ത് പേഷ്യൻസ് കോൺഫിഡൻസോടുകൂടെ പോകും. എന്തുകൊണ്ടാണ്? ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്, പല പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഈ അനുഭവിക്കും, പാഠം പഠിക്കും എന്നുള്ള കാര്യം തന്നെ ഒരു വെൽവിഷറാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആയിട്ടും അതൊരു പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിട്ടും നമ്മൾ എടുക്കും. ഇവിടെ ഇമോഷൻസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ അനുഭവിക്കേണ്ടതും പാഠം പഠിക്കേണ്ടതുമായ സാഹചര്യങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നത് ഒരു സിമിലർ ആയിട്ടുള്ള രീതി തന്നെയാണ്. പക്ഷെ ഇത് ഒരു പോസിറ്റീവ് ഒരു എനർജി തന്നു, മറ്റേതൊരു നെഗറ്റീവ് എനർജി തന്നു എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് എനർജി തന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് അതുപോലെ തന്നെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് തീരുമാനിക്കാം അത് വേണോ വേണ്ടയോ എന്നുള്ളത്. അതുപോലെ തന്നെ പലരും പറയുന്നത് കേൾക്കാം, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുന്നു എന്നൊക്കെ. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കണം. ദിസ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ഫ്രം ദ യൂണിവേഴ്സ്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും നിങ്ങളുടെ കണ്ണു തുറപ്പിക്കാനും ക്ലാരിറ്റി ഉണ്ടാകാനുമുള്ള ഒരു അവസരമാണിത്. ഇതൊരു ഗിഫ്റ്റ് തന്നെയാണ്. പുകമറ മാറുമ്പോൾ, പുകമറ നീങ്ങുമ്പോൾ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം, ഇൻസെക്യൂരിറ്റീസ് എല്ലാം ഫീൽ ചെയ്തേക്കാം. വെളിച്ചം വരുമ്പോൾ അലൈൻമെന്റ് സംഭവിക്കും. തീർച്ചയായും എല്ലാവർക്കും കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കാൻ ഒരുപോലെ സാധിക്കണമെന്നില്ല. സഹായം ആവശ്യമുള്ളവർ സഹായം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സന്തോഷം നമ്മുടെ ജന്മാവകാശമാണ്.